എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു മാസം കഴിഞ്ഞല്ലോ ബിസിനസ് സംരംഭം, ഒരു മാസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇപ്പൊ ഫെർമികോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യം മുതലുള്ള തന്നെ ഇന്നോടല്ല, എനിക്കറിയാം, ഓരോട് പറയും ഇത് പൊടി. ഫെർമികോനെ പറ്റിയാണ് പറയുന്നത്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, മാഷാഅല്ലാഹ്. എല്ലാം ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഫെർമികോൾ ഉള്ളത് വെച്ചപ്പോഴേ? അടിപൊളി മാഷാഅല്ലാഹ് ആണ് ഉള്ളത്. അല്ല, ഇത് എനക്കൊരു 4 ചില്ലറൊക്കെ കമ്പനിയോടാ. എന്റെ കമ്പനിക്ക് ഒരു 4 ആള് കണ്ടിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ട് 4 പട്ടികളെ കൂടെ കുളിക്കാൻ വരുമ്പോ ആ പാടത്തുനിന്ന് പോയൊന്നും കുളിക്കാതെ ഫെർമികോന്ന് കുളിച്ചോട്ടെ കരുതിയിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു? ലേറ്റസ്റ്റ് ആയിട്ട് ബോഡിങ്, ഇപ്പൊ കുറെ ആയിട്ട് ബോഡിങ്ങും എല്ലാ കാര്യങ്ങളും ബോഡിങ്. അതായത് നിങ്ങളെ വീട്ടിലെ എന്റെ ബിസിനസിനെ പറ്റി പറയുന്നത് അല്ല, അങ്ങനെയാണ് നൃത്ത ഫെർമികോ പ്രൊമോട്ട് ചെയ്യണത്. അപ്പൊ എനിക്ക് പറയണെന്ന് വെച്ചാല് ഡോഗ്സിനെ ഇപ്പൊ മിക്കിന്റെ പെരയില് ഇപ്പൊ വൈകാതെ കല്യാണങ്ങൾ കാര്യങ്ങൾ വരികയാണ്. അപ്പം മിക്കിന്റെ ഏട്ടന്റെ അപ്പൊ മിക്കിന്റെ ഏട്ടന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ എന്തേ അതെല്ലാം വിളിച്ചത് ഫസ്റ്റ് വന്നിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ മിക്കിന്റെ വീട്ടിലൊരു ലാബ്രഡോർ ഉണ്ട് അല്ലെ, ഒരു ലാബ്രഡോർ റിട്രീവർ മിക്കിന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ വീട്ടിൽ പെട്ടെന്ന് വരണം. നിങ്ങളൊരു വീട് പണി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സദസ്സിൽ വരെ 3 ദിവസത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് 8 ദിവസത്തിന് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളെ വീട്ടിലെ പെറ്റുകൾ ഒറ്റക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഫെർമികോ ഉണ്ട് കൂടെ. അതായത് ഫെർമികോ നിങ്ങളെ വീട്ടിൽ വന്ന ആ ഡോഗിനെ വാരി പുണർന്നെടുക്കുന്നു. ഫെർമികോയുടെ ശീതീകരിച്ച AC റൂമിൽ മേലെ മുകളിൽ മറ്റേ പോഷക ഫുഡുകളും പ്രോട്ടീൻ ആഹാരങ്ങളും ആയിട്ട് ആ ഡോഗ് 8 ദിവസം 7 ദിവസം അത് കഴിഞ്ഞുകൂടുന്നു. അതിനൊരു ചെറിയ സംഖ്യ നിങ്ങൾ വാടകയായിട്ട് അവിടെ കൊടുക്കുന്നു. അത് വെച്ചിട്ട് നബീല് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നു. ഞാനല്ലോ നബീല്. അപ്പോൾ എല്ലാവരും ഫെർമികോന്റെ ബോർഡിംഗ് സെറ്റപ്പാണ് നബീല ഏറ്റവും പുതുതായിട്ട് ഫെർമികോ പുറത്തിറങ്ങിയ ഒരു സ്പെഷ്യൽ ഫീച്ചർ. ബോർഡിംഗ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബോർഡിങ്ങിന് ഒരു ഡോഗിനെ എടുക്കാണ്ട് അന്ന് ബോർഡിങ്ങിലുള്ള ഒരു ഡോഗിനെ റിട്ടേൺ ആക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ബോർഡിങ്ങിന് എവിടെ നിന്നാണ് ഡോഗ് ഉള്ളത്? കസ്റ്റമർ എടവണ്ണ എന്നുള്ള കസ്റ്റമറാണ് നമുക്ക് വന്നിട്ടുള്ളത്. സ്വദേശി മിക്കി. എത്ര പ്രായമുണ്ട് ഡോഗ്? അതൊന്നും അറിയില്ല, ചോദിച്ചിട്ടൊന്നുമില്ല. അറിയില്ല. പൊതുവെ നിങ്ങൾ ഒരുപാട് ഡോഗ്സിനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്തല്ലോ, അപകടകാരിയായ ഡോഗ് എന്ന് തോന്നുന്നത് ഏത് ഡോഗാണ്? നിലവിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപകടകാരികളായിട്ട് ആരും ഒക്കെ നമ്മളെടുത്ത് എത്തുമ്പോഴത്തേന് പാവങ്ങളാവും. എന്താ ചെയ്യാ, ആളൊരു കടിയോട് കിട്ടി വരും. ഏറ്റവും പാവ ഏത് ബ്രീഡാണ്? ഷിറ്റ്സു. കൂട്ടത്തില് പാവം എന്നാണ് നബീൽ പറഞ്ഞത്. അപ്പൊ ബ്രീഡിംഗ് സംവിധാനം അല്ല, ബോർഡിംഗ് സംവിധാനങ്ങൾക്കായിട്ട് എന്താ വെച്ചാൽ നബീലിനെ എല്ലാവരും കോൺടാക്ട് ചെയ്യുക, ഫെർമികോനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കോഴിക്കോടുള്ള സ്വദേശികൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, കൂട്ടക്കാരെല്ലാവരുടെ വീട്ടിലും ഡോഗ്സ്, ക്യാറ്റ്സ്, ഹോഴ്സ് ഷോപ്പുള്ളത് എല്ലാവരും നിലമ്പൂരാണ്. അതൊന്നും ഇതിൽ പറയണ്ട, എല്ലാരും ഇങ്ങനെ വിചാരിച്ചോട്ടെ. ഇതൊക്കെ വൻ കച്ചവടം. സോറി, ഞങ്ങൾ കുറച്ച് കാലം ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന ആളിങ്. എന്നിട്ട് ആൾക്കാർക്ക് ഷോപ്പ് എവിടെയെന്ന് തന്നെ കറക്റ്റ് മനസ്സിലായിട്ടില്ല. എന്നാ പറയ്. കോഴിക്കോടാണ്. കോഴിക്കോട് ചേവായൂര് ചേവരമ്പലം മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. ഗൂഗിൾ മാപ്പിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഇപ്പുറത്ത് ഫ്രൂസും അതുപോലെ തന്നെ മറ്റേ കുറച്ച് കടകളും 4 കൂടി ഒരു സ്ഥലം വരും. മെഡിക്കൽ കോളേജ് നമ്മളെ തൊണ്ടയാട് എത്തുന്നതിന്റെ മുന്നേ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ മറ്റേ BPCL പമ്പ് കഴിഞ്ഞ് കയറ്റങ്ങനെ കയറി ടോപ്പ് ഫോം കയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജംഗ്ഷൻ. ഇടതേ ഭാഗത്ത് ടോപ്പ് ഫോം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ കഫകൾ കാണാൻ പറ്റും, ഫ്രൂസ് കാണാൻ പറ്റും. അവിടെ ഒരു 4 കൂടി ജംഗ്ഷൻ, ഒരു ഡിവൈഡറും കാണാൻ പറ്റും. വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 2 സൂപ്പർ മാർക്കറ്റുകൾ കടന്നുപോയി മുന്നോട്ട് പോകുമ്പോൾ ഒരിത്തിരി മുന്നോട്ട് പോകുമ്പോൾ ഇടത് വശത്ത് 3 നിലയുള്ള ഓറഞ്ച് കളർ ബിൽഡിംഗ് ആണ് എന്ത്? ഫെർമികോ. ഇത് ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഇത്രയും കാലം പറഞ്ഞിക്കണ? ഇല്ല. ഇത് ആര് ബിസിനസ്സാ? ഇന്റതാണാ? ഞമ്മളല്ല, അന്റത്. ആൾക്കാർ ഇന്റതും കൂടിയാണ് കരുതും, ഇന്റതല്ല. ഇത് നബീലിന്റെ പരിപാടിയാണ്. അപ്പം ഈ പരിപാടി വിജയിപ്പിച്ച ആൾക്കാർ കയ്യിൽ കൊടുക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോടുള്ള സ്വദേശി കോഴിക്കോട് ചേവരമ്പലത്തില് ഗൂഗിൾ മാപ്പിലുണ്ട്. വേണമെങ്കിൽ പട്ടിണി കൂട്ടിട്ടേ അടിച്ചു വന്നോളി. ഞാൻ അവിടെ ഉണ്ടാവും, വേണേ.